ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാധരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന് പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന് സ്വീകാര്യമായ മതം, അവൻ തൃപ്തിപ്പെട്ട മതം, ആ ഇസ്ലാമല്ലാത്ത ഏത് മതങ്ങളെ നാം ആഗ്രഹിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 19-ാമത്തെ ആയത്ത്, സൂറത്തുൽ മാഇദയുടെ 13-ാമത്തെ ആയത്ത്, സൂറത്തു ആലി ഇംറാനിലെ തന്നെ 85-ാമത്തെ ആയത്ത്, ഈ 3 ആയത്തുകളിൽ കൂടിയും റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം ദീനാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട മതവും ഇസ്ലാം ദീനാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഈ ദീനല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അള്ളാഹ് അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നഷ്ടക്കാരിൽ പെടുമെന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത്. അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മതമാണ്. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് മതമായി തിരഞ്ഞെടുത്തത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ലക്ഷത്തിൽ പരം അമ്പിയാക്കന്മാർ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കൂടി പ്രബോധനം ചെയ്ത മതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മരണസമയത്ത് സന്നിഹിതരായിട്ടുള്ള മക്കളോട് ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 133-ാമത്തെ ആയത്തിലുണ്ട്. മക്കളെ, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? മക്കൾ പറയുന്ന മറുപടി നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദ, അങ്ങ് ആരാധിച്ച ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാവരും ആരാധിച്ച ഏകനായ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹു തആല തൃപ്തിപ്പെട്ട മതം. വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിംകളാണ്. അള്ളാഹുവിന് കീഴടങ്ങുന്ന സമ്പൂർണ്ണ സമർപ്പണം റഹ്മാനായ റബ്ബിന് നൽകുന്നവരായി ഞങ്ങൾ മരണം വരെയും ഞങ്ങളുടെ ജീവിതം അടയാളപ്പെടുത്തും എന്ന് പിതാവിനോട് പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട മതം, അവൻ അംഗീകരിക്കുന്ന മതം, ആ ദീനല്ലാത്ത ഒരു മതത്തെയും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോഴും റഹ്മാനായ റബ്ബ് അവന് വേണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒന്നാക്കാമായിരുന്നു, എല്ലാവരെയും വിശ്വാസികളാക്കാമായിരുന്നു. അള്ളാഹുവിന് കഴിയാത്ത കാര്യമല്ല അത്. വിശുദ്ധ ഖുർആനിലെ 3 ആയത്ത് അത് സംബന്ധമായി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്ത് യൂനുസിലെ 91-ാമത്തെ ആയത്തിൽ പ്രവാചകരോട് പറയുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, വലൗ ശാഅ റബ്ബുക്, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, ഈ ലോകത്തുള്ള എല്ലാവരും വിശ്വാസികളാകുമായിരുന്നു. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അള്ളാഹുവിൻ്റെ തീരുമാനം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു കുടക്കീഴിൽ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കണം എന്നുള്ള ഒരു നിർബന്ധം അള്ളാഹുവിനില്ല. ഇങ്ങനെ ആയിരിക്കെ അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, ഇങ്ങനെയാണ് എൻ്റെ നിലപാട്, അങ്ങനെയായിരിക്കും നീ ജനങ്ങളെ വിശ്വാസികളാകുവാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയാണോ? അല്ലാഹ് ചോദിക്കുകയാണ് പ്രവാചകരോട്. കാരണം പ്രവാചകരുടെ നിലപാട് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് കാരണം ജനങ്ങൾ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തിലേക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം ജീവൻ വെടിയുവാനായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ ആഗ്രഹിച്ചുവെന്നാണ്. കൃത്യമായ രീതിയിൽ അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുകയാണ്.
ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുമിനു ബിഹാദൽ ഹദീസ് അസഫാ. ജനങ്ങൾ നിന്റെ പ്രബോധനം കാരണം വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ നിന്റെ മനം നൊന്ത് നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്നോ? 2 സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 6-ാമത്തെ ആയത്തിലും സൂറത്ത് ശുഅറയിലെ 3-ാമത്തെ ആയത്തിലും അള്ളാഹുവിൻ്റെ പ്രവാചകരോട് അല്ലാഹ് ചോദിക്കുകയാണ്, പ്രവാചക, നൈരന്തര്യമായിട്ടുള്ള നിന്റെ ദഅവത്ത് കാരണം ജനങ്ങൾ ഈ മതത്തിലേക്ക് വരുന്നില്ല എന്ന് നിനക്ക് മനസ്സിലാകുകയാണ്. അതിൻ്റെ പേരിൽ നിന്റെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്നു. പക്ഷെ നാം ആഗ്രഹിക്കുന്നത് എന്താണ്? നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും ഒരു മുത്തുമണികളാക്കി മാറ്റുമായിരുന്നു. എല്ലാവരെയും ഈ വിശ്വാസത്തിൻ്റെ തനിമയാർന്ന ആദർശത്തിൽ കൊണ്ടുവരുമായിരുന്നു എന്ന് റഹ്മാനായ റബ്ബ് പ്രവാചകരോട് ചോദിക്കുന്നു. അതുകൊണ്ട് പ്രവാചകരെ, താങ്കളുടെ ബാധ്യത ഫഇന്നമാ അലൈക്കൽ ബലാഗ്, എത്തിച്ചു കൊടുക്കുക, ഈ ദീനീ ദഅവത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യതയാണ് താങ്കൾക്കുള്ളത്. വഅലൈനൽ ഹിസാബ്, കണക്ക് നോക്കുന്നവൻ നമ്മളാണ്. നീ എത്തിച്ചു കൊടുക്കുക. ആരൊക്കെ വരുന്നു, ആരൊക്കെ പിന്തിരിഞ്ഞു പോകുന്നു എന്നുള്ളത് നീ നോക്കേണ്ട കാര്യമില്ല. എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നിനക്കുള്ളത്. വിചാരണയുടെ ദൗത്യം എന്നിലാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഫദക്കിർ, നീ ഉത്ബോധനം നടത്തിക്കൊണ്ടേയിരിക്കുക. ഇന്നമാ അൻത മുദക്കിർ, നീ മുന്നറിയിപ്പുകാരനാണ്. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും അറിയിച്ചുകൊണ്ടേയിരിക്കുക. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നിർബന്ധം ചെലുത്തേണ്ടയാളല്ല നീ, നിർബന്ധം ചെലുത്തേണ്ട നീ. മദീനയിൽ സ്വഹാബാക്കളുടെ ചില മക്കൾ യഹൂദ മതത്തിലേക്ക് പോകുമ്പോഴേക്കും അവരെ വിളിക്കില്ല, അവരെൻ്റെ മക്കളല്ല, അവരുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന സ്വഹാബാക്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ ആയത്ത് അതിൻ്റെ സബബുൻ നുസൂലായി സുനൻ അബൂദാവൂദിൽ കാണാം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, ദീനിൽ നിർബന്ധം ചെലുത്തേണ്ട ആവശ്യമില്ല പ്രവാചക. സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, ന്യായവും അന്യായവും വേറിട്ട് കിടക്കുകയാണ്. പകൽ വെളിച്ചം പോലെ, അവ്യക്തതകളൊന്നുമില്ലാതെ ഏതാണ് ന്യായം, ഏതാണ് അന്യായം, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് കൃത്യമായി വേർതിരിച്ച് നാം ഇറക്കിയിരിക്കെ പിന്നെ മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല പ്രവാചക. വ്യക്തമായ രീതിയിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഫമൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചു കൊള്ളട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിച്ചു കൊള്ളുന്നവർ അവർ നിഷേധിച്ചും കൊള്ളട്ടെ. സൂറത്തുൽ കഹ്ഫിലെ തന്നെ 29-ാമത്തെ ആയത്താണ്. ദഅവത്ത് എത്തിച്ചു കൊടുക്കുക ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. നിർബന്ധം ചെലുത്തേണ്ടതില്ല. അത് മക്കളോടാകട്ടെ, വേണ്ടപ്പെട്ടവരോടാകട്ടെ, അത് എത്തിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസികൾക്കുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ, കശ്മീരിലെ ഒരു സൗന്ദര്യമായ ഒരു സ്ഥലം നാം ചർവണമായി ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികളെ അകാരണമായി വാർത്താ മാധ്യമങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അതൊക്കെ പിന്നീട് അറിയും. അങ്ങനെയാണല്ലോ ഓരോ കൊലപാതകങ്ങളും ഓരോ ഭീകരാക്രമങ്ങളും. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിൽ ചെന്നുകൊണ്ട് ഇത് ഇന്നയാളാണ്, ഇന്ന വിഭാഗമാണ്. അങ്ങനെയാണ് നാം ഈ എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്ത് നാം ഒരു ഒരു അപകടം അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ തൊപ്പികൾ വെച്ചുകൊണ്ടുള്ള ആൾക്കാരുടെ മേലെ, അവരുടെ നേരെയാണ് തിരിഞ്ഞത്. ഇത് മുസ്ലിംകളാണ്. വൈകാതെ മനസ്സിലായി ഇത് ക്രൈസ്തവ സഹോദരനാണ്. പിന്നെ എന്തായി അന്വേഷണം? അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയമാണ്.
പക്ഷെ പറഞ്ഞു വരുന്നത് ഇവിടെ എന്താണ്, ഈ പഹൽഗാമിലെ കാശ്മീരിൽ നടന്ന ഈ നരനായാട്ട്, മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന ഈ കൊടും ക്രൂരത, അത് ആര് ചെയ്താലും ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ സംസാരിക്കുന്നത്. അവിടെ ചോദിച്ചു പോലും, അക്രമികാരികൾ ചോദിച്ചു പോലും, നീ മുസ്ലിമാണോ, നിനക്ക് കലിമത്തറിയാമോ, നിനക്ക് ഷഹാദത്തറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഓരോരുത്തരെയും വധിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇസ്ലാമിൻ്റെ പേരിൽ വരവ് വയ്ക്കുമ്പോൾ നാം ഈ വിഷയത്തിൽ കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം. ഒരാളെയും നിർബന്ധം ചെലുത്തിക്കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രവാചകന്മാർക്ക് പോലും ഭൂഷണമല്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാശ്മീർ ഭീകരാക്രമണവുമായി ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ട് എന്ന് പറയുന്നത് അവിടെയുള്ള സയ്യിദ് ആബിദ് ഹുസൈൻ, അദ്ദേഹം ഒരു കുതിരസവാരിക്കാരനാണ്. അദ്ദേഹം കശ്മീരിലാണ് ജീവിക്കുന്നത്. അവിടെ അദ്ദേഹം ഈ ആക്രമണം കണ്ടപ്പോഴേക്കും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് പലരെയും രക്ഷപ്പെടുത്തിയത് അത് ഇസ്ലാമാണ്. ആബിദ് ഹുസൈൻ എന്ന് പറയുന്ന ഈ കുതിരസവാരിക്കാരൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൻ 11 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് അതാണ് ഇസ്ലാം. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ 32-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അകാരണമായോ അക്രമം മൂലമോ ഒരാളെ കൊല്ലുക എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണ്, അത് ആരായിരുന്നാലും. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ആരും വരവ് വെക്കണ്ട. ഇത് ഇസ്ലാമല്ല. ഭീകരവാദവുമായോ ഈ നടന്ന ഈ അക്രമങ്ങളുമായോ ഇസ്ലാം മതത്തിന് യാതൊരു ബന്ധവുമില്ല. ബന്ധമുള്ളത് സയ്യിദ് ആബിദ് ഹുസൈനുമായിട്ടാണ്. നിരപരാധികളെ കൊല്ലുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാൻ നടത്തിയ കശ്മീരി മുസ്ലിംകൾ, അതാണ് ഇസ്ലാം, അതാണ് ദീനുൽ ഇസ്ലാം. അല്ലാതെ അവിടെ നടന്ന നരനായാട്ട് ഒരിക്കലും ഇസ്ലാമികമല്ല. അവിടെയാണ് വിശുദ്ധ ഖുർആനിലെ ചില പാഠങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ദീനിനെയും സ്വഹാബാക്കളെയും മുച്ചൂടും തെറിപറഞ്ഞിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നാം പലപ്പോഴും ഈ ഖുതുബയിൽ കൂടി തന്നെ നാം കേട്ടിട്ടുണ്ട്. സുമാമത്ത് ബിൻ ഉസാൾ. അദ്ദേഹം കിട്ടുന്ന വേളകളിലെല്ലാം ഇസ്ലാമിനെ തെറിപറയുന്ന ഒരു മനുഷ്യനായിരുന്നു, പ്രവാചകനെ ഭത്സിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, സ്വഹാബാക്കളെ മോശം പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവനെ പിടിച്ചുകൊണ്ടുവാ. സ്വഹാബികൾ കൊണ്ടുവന്നു, മദീന പള്ളിയിലെ തൂണിൽ ബന്ധനസ്ഥനാക്കി. 3 പ്രാവശ്യം 3 ദിവസം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, സുമാമ നിനക്ക് എന്ത് പറയുവാനുണ്ട്? 3 ദിവസവും മറുപടി വൈരാഗ്യത്തിന്റെ മറുപടിയായിരുന്നു, വിദ്വേഷത്തിന്റെ മറുപടിയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബാക്കളോട് പറഞ്ഞു, സുമാമയെ അഴിച്ചുവിടുക. സ്വഹാബികൾ ചോദിച്ചു, നമ്മുടെ കയ്യിൽ കിട്ടിയ ഇത്രയും ശത്രുവായ മനുഷ്യനെ വെറുതെ വിടണമോ റസൂലെ? അതെ, എന്റെ കൽപ്പനയാണ്, വെറുതെ വിടുക. ഇതാണ് ഇസ്ലാം. അദ്ദേഹം മോചിതനായിക്കൊണ്ട് തൊട്ടടുത്ത സ്ഥലത്ത് കുളിച്ച് ശുദ്ധിയാക്കിക്കൊണ്ട് തിരിച്ചു വരുന്ന ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുകയാണ്. കുളിച്ച് ശുദ്ധിയായി വന്നുകൊണ്ട് പ്രവാചകരുടെ സവിധത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ്, ഈ ഭൂമുഖത്ത് നിന്റെ മുഖമാണ് എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നത്. എന്നാൽ ഇന്നിതാ ഭൂമുഖത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം മുഹമ്മദേ താങ്കളുടെ മുഖമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും പറയുകയാണ് ആ മനുഷ്യൻ, ഈ ഭൂമുഖത്ത് ഈ ഇസ്ലാം മതം എന്ന് പറയുന്ന ഈ ദീനാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം. മുഹമ്മദേ ഫഅസ്ബഹ ദീനുക അഹബ്ബ ദീനി കുല്ലിഹാ ഇലയ്യ. ഇന്നിതാ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മതം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. മൂന്നാമതും ഞാൻ പറയട്ടെ, പ്രവാചക,
ഞാൻ ഈ രാജ്യത്തെ ഏറ്റവും വെറുപ്പുള്ള രാജ്യമായിട്ടാണ് ഈ മദീന പട്ടണത്തെ കണ്ടിരുന്നത്. ഇതാ അങ്ങനെയുള്ള ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ലോകത്ത് ഏറ്റവും നല്ല രാജ്യം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യം ഈ മദീന പട്ടണമാണ് എന്ന് പറയിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ വളർത്തിയത് വാളുകൊണ്ടല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സുവ്യക്തമായ ഒരു ചരിത്രമാണ് വിശ്വാസികളെ. അവിടെയാണ് ഇസ്ലാം മതം പഠിക്കേണ്ടത്. അല്ലാതെ പ്രവാചകനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അവനെ കൈവെട്ടുക എന്നുള്ളത് ഇസ്ലാമികമല്ല. അതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് കുടുംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വൈകാരികത എന്ന് പറയുന്നത് അത് മാറ്റി നിർത്തിക്കൊണ്ട് വിവേകത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. കാരുണ്യമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയും മുഖമുദ്രയുമാണ്. അത് മുസ്ലിമിനോടൊന്ന് മാത്രമല്ല, പ്രവാചകർ പറയുകയാണ്, ലാ യർഹമുല്ലാ, അല്ലാഹ് കാരുണ്യം ചെയ്യുകയില്ല, മല്ലാ യർഹമുന്നാസ്, മനുഷ്യരോട് കാരുണ്യം ചെയ്യാത്തവരോട്. അഥവാ മനുഷ്യരോട് കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അല്ലാഹ് കാരുണ്യം ചെയ്യുകയുള്ളൂ. അവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വിശദീകരിച്ചിട്ടില്ല. മല്ലാ യർഹമുന്നാസ്, ജനങ്ങളോട് കാരുണ്യം ചെയ്യാത്തവർക്ക് അള്ളാന്റെ കാരുണ്യം ലഭിക്കുകയില്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കരുണയുള്ള അടിമകൾക്ക് മാത്രമാണ് അല്ലാഹ് കരുണ ചെയ്യുക. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റുഹമാ. എത്ര സുവ്യക്തമായ, എത്ര ഉദാത്തമായ ഒരു ആദർശമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. കരുണയുള്ള അടിയാറുകൾക്ക് മാത്രമാണ് അല്ലാഹ് കരുണ ചെയ്യുക എന്ന് പറയുന്നതാരാ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിനെയും ദീനിനെയും സ്വഹാബികളെയും എത്രമാത്രം കൊടും ക്രൂരതകൾ അർപ്പിച്ച ഒരു സമൂഹമായിരുന്നു മുശ്രിക്കുകൾ. അത്തരം മുശ്രിക്കുകൾക്കെതിരെ പ്രവാചക ഒന്ന് ദുആ ചെയ്, പ്രവാചകരോട് വന്നുകൊണ്ട് പറഞ്ഞതാണ് സ്വഹാബികൾ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഈ ഹദീസ്. അത്രയ്ക്കും കൊടും ക്രൂരതകൾ നടത്തിയിരുന്ന മുശ്രിക്കുകൾക്കെതിരെ യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രിക്കീൻ, ഒന്ന് ദുആ ചെയ്. തിരിച്ചടിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല, പ്രതിരോധിക്കാൻ വേണ്ടി പോലും നമുക്ക് സാധിക്കുന്നില്ല. ഒന്ന് ദുആ ചെയ് അല്ലാഹുവോട് ഈ മുശ്രിക്കുകൾക്കെതിരെ. കാരുണ്യത്തിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നി ലം ഉബഅതു ലആനാ, ശപിക്കപ്പെട്ടവനായിട്ടല്ല എന്നെ അല്ലാഹ് നിയോഗിച്ചത്, വഇന്നമാ ബുഇതു റഹ്മതൻ, കാരുണ്യമായി കൊണ്ടാണ് എന്നെ അല്ലാഹു തആല നിയോഗിച്ചത് എന്ന് പറയുന്ന കാരുണ്യ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ മതത്തിന്റെ പേരിലാണ് ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നത് നോക്കൂ, ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു അവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന ഹദീസ് കേൾക്കേണ്ട താമസം സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മൃഗങ്ങൾക്ക് കാരുണ്യം ചെയ്താലും അള്ളാഹ് പുറത്തു തരുമോ? പ്രവാചകരുടെ മറുപടി, ഫീ കുല്ലി കബിദ് റത്ബത്തിൻ അജ്റുൻ, പച്ചക്കരളുള്ള ഏതിനും നീ നന്മ ചെയ്താൽ അല്ലാഹ് നിനക്ക് കാരുണ്യം ചെയ്യും, അല്ലാഹ് നിനക്ക് പുറത്തു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയുമല്ലോ സഹോദരങ്ങളെ, ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോഴേക്കും എണീറ്റ് നിന്ന പ്രവാചക ദൂതനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, ഇന്നഹാ ജനാസത്തുൻ യഹൂദിയ്യുൻ യാ റസൂലല്ലാഹ്, അത് യഹൂദിയുടെ മയ്യത്താണല്ലോ. പ്രവാചകർ പറയുന്ന മറുപടി, ഇന്നൽ മൗത ഫസഖുൻ, മരണമെന്ന് പറയുന്നത് സ്വഹാബാക്കളെ ഭീതിജനകമാണ്. ഫഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു, അതുകൊണ്ട് നിങ്ങൾ മയ്യിത്ത് കാണുമ്പോൾ അത് യഹൂദിയെന്നോ ക്രൈസ്തവനെന്നോ ആരും അങ്ങനെ നിങ്ങൾ നോക്കണ്ട. ഒരു മയ്യിത്തിനെ കാണുമ്പോൾ മരണമെന്ന് പറയുന്നത് അത് ഭീതിജനകമാണ്. മയ്യിത്തിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്ത ഏറ്റവും നല്ല ഒരു മര്യാദയാണ് വിശ്വാസികളെ. നീതിയാണ് ഇസ്ലാമിൻ്റെ അടിത്തറ, കാരുണ്യമാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്ര.
അവിടെ ജാതിയും മതവും ഒന്നും ഇല്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റബ്ബുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, തഖ്വയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ 8-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അല്ലാ തഅദിലു ഉദ്ലു ഹുവ അഖ്റബു ലിത്തഖ്വാ. എന്താണ്? ഒരു ജനതയോടുള്ള അമർഷം, അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരു വ്യക്തിയോട് നമുക്കെന്തെങ്കിലുമൊക്കെ വിദ്വേഷമുണ്ടെങ്കിൽ അനീതി പ്രചരിപ്പിക്കുവാനോ അനീതി പറയുവാനോ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. കാരണം അത് തഖ്വയോടുകൂടി ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. ഇത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറയുക മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ് ഈ ചരിത്രം വിശ്വാസികളെ. അക്കാലത്ത് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ശത്രുതാപൂർണമായി നോക്കിക്കണ്ടവരാണല്ലോ യഹൂദികൾ. ഒരു സംഭവം നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പേജോളം ആയത്തിറങ്ങുകയാണ്. എന്തിനെന്നറിയാമോ? അഥവാ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 105 മുതൽ 114 വരെയുള്ള ആയത്തുകൾ, ഏകദേശം 9 ആയത്തുകൾ, ഒരു പേജ് വരും. എന്തിനു വേണ്ടി എന്നറിയാമോ? ജൂതന്റെ നീതിക്ക് വേണ്ടിയാണ്. ജൂതന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ വേണ്ടി റഹ്മാനായ റബ്ബ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 104 മുതൽ 114 വരെയുള്ള ആയത്തുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിന്റെ മാനവികത, ഇസ്ലാമിന്റെ ഉത്തമമായിട്ടുള്ള ദയ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, നീതിയുടെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ ഉദാത്തമായ ഒരു രൂപമാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ. എന്തിനെന്നറിയുമോ സഹോദരങ്ങളെ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യൻ, മുനാഫിഖാണ്, അവൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ മുസ്ലിമായിട്ട് അഭിനയിച്ച ഒരു മനുഷ്യനായിരുന്നു സുഉമ. അദ്ദേഹം അയൽവാസിയായ ഖതാദ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പടയങ്കി മോഷ്ടിച്ചു. പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോഴേക്കും ആ മനുഷ്യനെ ഖതാദ എന്ത് ചെയ്തു? സെയ്ദ് ഇബ്നു സമീൻ എന്ന് പറയുന്ന ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചുവെന്നാണ്. അവസാനം ജൂതന്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട പടയങ്കി കിട്ടിയപ്പോഴേക്കും സ്വഹാബികൾ പറഞ്ഞു, റസൂലെ, ജൂതനാണ് മോഷ്ടിച്ചത്, നീതി നടപ്പിൽ വരുത്തണം, കൈമുറിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യം അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ആ സ്വഹാബികൾ പറഞ്ഞതിനെ വിശ്വസിച്ചു, നീതി നടപ്പിലാക്കുവാൻ കൽപ്പിച്ചു. ആ ജൂതൻ എത്ര തന്നെ പ്രവാചകരോട് പറഞ്ഞിട്ടും പ്രവാചകർ വിശ്വസിച്ചില്ല. കാരണം നിന്റെ വീട്ടിൽ നിന്നാണ്, സാഹചര്യ തെളിവുകളെല്ലാം നിനക്കെതിരാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജൂതനെതിരെ കരച്ഛേദം നടത്തുവാനായിട്ട് നിയമം, ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത്, ഈ പറഞ്ഞ ആയത്തുകൾ ഇറങ്ങുകയാണ്. പ്രവാചക, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, സത്യസന്ധവുമായി ഇറങ്ങിയ ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഖുർആനാണ് താങ്കൾക്ക് അവതരിപ്പിച്ചത്. ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്, അല്ല കാണിച്ചതനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നീതി കാണിക്കുക പ്രവാചക. വലാ തകുല്ലിൽ ഖായിനീന ഹസീമാ, വഞ്ചകന്മാർക്ക് വേണ്ടി താങ്കൾ വാദിച്ചു പോകരുത്. സുബ്ഹാനല്ലാഹ്, എത്ര ശക്തമായിട്ടാണ്! ആരായി വഞ്ചകന്മാർ? സ്വഹാബികളെ കുറിച്ച് അല്ല പറയുകയാണ്. ജൂതന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട്, ജൂതനല്ല ഈ തെറ്റ് ചെയ്തത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് തന്നെ അല്ല ഇറക്കുന്നതാണ്. അല്ല പ്രവാചകനോട് പറയുകയാണ്, പ്രവാചക, വലാ തകുല്ലിൽ ഖായിനീന ഹസീമാ, ഈ വഞ്ചകന്മാർക്ക് വേണ്ടി താങ്കൾ വാദിച്ചു പോകരുത്. അതുകൊണ്ട് പ്രവാചക, വസ്തഗ്ഫിരില്ലാഹ്, അല്ലാഹുവോട് പാപമോചനം തേടിക്കോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവോട് പാപമോചനം തേടിക്കോ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമാ, ഏറെ പൊറുക്കുന്നവനാണ് റഹ്മാനായ റബ്ബ്. അതാണ് വിശ്വാസികളെ കാരുണ്യവും നീതിയും എന്ന് പറയുന്നത്. മുസ്ലിം അല്ലാത്തതിന്റെ പേരിൽ അവനോട് അനീതി കാണിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു മതമല്ല.
അതുകൊണ്ടാണ് പ്രവാചകർ പഠിപ്പിച്ചത് ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവനായ റബ്ബിന്റെ കാരുണ്യം നിങ്ങൾക്ക് വേണമോ, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യണം. അവിടെ ജാതിയും മതവുമല്ല, മനുഷ്യനായിട്ടുള്ളവർക്ക്, അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, എത്ര കൃത്യമാണ് ദീനിന്റെ നിയമം. നോക്കൂ, അള്ളാഹുവിൻ്റെ ഒരു ബഹുസ്വരത, റഹ്മാനായ റബ്ബിൻ്റെ ഒരു പ്രതിരോധം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്തിൽ കാണാം. സഹോദരങ്ങളെ, അത്ഭുതപ്പെട്ടു പോകും ഈ ആയത്ത്. അള്ളാഹു പ്രതിരോധിക്കുകയാണ് ചില ജനങ്ങളെ കൊണ്ട്. എന്തിനെ കൊണ്ട് പ്രതിരോധിക്കുന്നു? അള്ളാഹുവിന്റെ കലാമിലെ ആയത്ത് നോക്കൂ. വലൗലാ ദഫഉല്ലാഹി നാസ ബഅദുഹും ബിബഅദ്. അല്ലാഹു തആല ചില ജനങ്ങളെ കൊണ്ട് പ്രതിരോധം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സ്വവാമിഉ വബയഉം വസ്വലവാതും വമസാജിദു യുദ്കറു ഫീ ഹസ്മുല്ലാഹി കസീറാ. ഒരുപാട് സന്യാസി മഠങ്ങൾ, ഒരുപാട് ജൂത ദേവാലയങ്ങൾ, ഒരുപാട് ക്രൈസ്തവ ചർച്ചുകൾ തകർക്കപ്പെടുമായിരുന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്ന പള്ളികളും. ഇത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഒരു പ്രതിരോധമാണ്. ചില മനുഷ്യരെ കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ആരാധനാലയങ്ങൾ തകർക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി. അത് അല്ലാഹു തആലയുടെ ബഹുസ്വരതയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉദാത്തമായ ബഹുസ്വരതയാണ്. പ്രവാചകർ കാണിച്ചു തന്ന ബഹുസ്വരതയാണ് ഈ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. ചരിത്രം നാം കേട്ടുവല്ലോ സഹോദരങ്ങളെ. പിറന്ന നാട്ടിൽ നിന്നും മാട്ടിയോടിക്കപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും മദീനയിൽ ജീവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിഅമത്ത്, മക്കയെക്കാളും നല്ല അനുഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ നാട്ടിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട മക്കക്കാർ ക്ഷാമം നേരിടുന്നു എന്ന് മനസ്സിലാക്കിയ പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലുണ്ടായിരുന്ന അബീജഹലിനും കൂട്ടരും ക്ഷാമം നേരിടുകയാണ്, ഭക്ഷണം കിട്ടാതെ. കാരുണ്യത്തിന്റെ തിരുദൂതർ എന്ത് ചെയ്തെന്നറിയുമോ? എന്നെ ആട്ടിയോടിച്ചവരാണല്ലോ അവർ, പിറന്ന നാട്ടിൽ ജീവിക്കുവാൻ അനുവദിക്കാത്തവരാണല്ലോ എന്നുള്ള ആ ഒരു വൈരാഗ്യമല്ല അള്ളാഹിന്റെ റസൂൽ നിലപാടായി സ്വീകരിച്ചത്. ഭക്ഷണധാന്യങ്ങൾ മക്കയിലേക്ക് കയറ്റി അയച്ചുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര കാരുണ്യമാണ് വിശ്വാസികളെ. പിന്നീട് മക്കയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ഒരു സമയമുണ്ട്, മക്ക വിജയം. മക്ക വിജയത്തിൽ പ്രവാചകരും സ്വഹാബികളും വരുമ്പോൾ മക്കയിലുണ്ടായിരുന്ന ആ ഖുറൈശികൾ ഭയപ്പെട്ട് കഴിയുകയാണ്. അൽ യൗമ യൗമുൽ മൽഹമ, ഇന്നേ ദിവസം എന്ന് പറയുന്നത് പ്രതികാരത്തിന്റെ ദിവസമാണ്. മുഹമ്മദ് നമ്മെ എന്ത് ചെയ്താലും ചോദിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയില്ല. ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് മക്കക്കാർ തന്നെ പറഞ്ഞുവെന്ന് ചരിത്രം പറയുകയാണ്. മക്കയിൽ എത്തിയ ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരോട് പറയുന്ന ആ ഒരു രംഗമുണ്ട്. യാ അബാ സുഫിയാൻ അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ്. അൻതും മുത്ലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ ഒരു പ്രതികാര നടപടിയും എടുക്കുന്നില്ല എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യത്തിൻ, കക്ഷിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യത്തിൻ, വർഗീയതയിലേക്ക് മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യത്തിൻ, അതിനുവേണ്ടി കൊല്ലപ്പെടുന്നവനും വർഗീയതയിൽ മരിക്കുന്നവനും അതിനുവേണ്ടി ക്ഷണിക്കുന്നവനും മുസ്ലിംകളിൽ പെട്ടവനല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സ്വഹാബികളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ഇത്തഖ് ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. അത് ദേഹോപദ്രവമാകാം, അത് വാർത്താ മാധ്യമങ്ങളിൽ കൂടിയുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടിയുള്ള കുത്തുവാക്കുകളാകാം, വ്യാജ പ്രചരണങ്ങളാകാം, മനുഷ്യന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകാം,
മനുഷ്യന്റെ അസ്തിത്വത്തെ കുഴിച്ചു മൂടുന്നതാകാം, അതേതുമായിക്കൊള്ളട്ടെ. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കുക. വയിൻ കാന കാഫിറൻ, അവൻ കാഫിറായിരുന്നാൽ പോലും, സുബ്ഹാനല്ലാഹ്, കാഫിറായിരുന്നാൽ പോലും അവൻ ആക്രമിക്കപ്പെട്ടവനാണോ, അവന്റെ ദുആനെ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ദൂനഹാ ഹിജാബുൻ, അള്ളാഹുവിനും അവനുമിടയിൽ ഒരു മറയുമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഇസ്ലാമിൻ്റെ നീതി എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ സാമൂഹ്യ നന്മ എന്ന് പറയുന്നത്, കാരുണ്യമെന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ പേരിൽ ഈ കശ്മീരിലെ ഈ പഹൽഗാമിൽ കാണുന്ന ഈ അരുതായ്മകളല്ല വിശ്വാസികളെ. അത് പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകളുടെ നേരെയാണ് അതിൻ്റെ പ്രതിപട്ടിക കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ബൈനാക്കുളർ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പരിശ്രമിക്കുന്നവരെല്ലാവരും ഇസ്ലാമിൻ്റെ പേരിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം മതം എന്താണെന്ന് നാം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അത്തരം മുത്തഖീകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.